കുറച്ച് ദിവസങ്ങളാൽ പല അസൗകര്യങ്ങൾ കൊണ്ട് എനിക്ക് വീഡിയോ ഇടാൻ സാധിച്ചില്ല. ഇപ്പം ഞാനത് എൻ്റെ റൂമിലൊന്ന് വീണുപോയി. മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിലായിരുന്നു. ഇപ്പം സർജറിയൊക്കെ കഴിഞ്ഞു. ഡോക്ടർ സഞ്ജു ഡാനിയലായിരുന്നു എനിക്ക് ട്രീറ്റ് ചെയ്തത്. അദ്ദേഹം എന്നെ നല്ലപോലെ കെയർ ചെയ്തു. ഇപ്പം ഞാൻ വാക്കറിൽ നടന്നു തുടങ്ങി. 1 മാസത്തോളം അങ്ങനെ നടക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. നല്ലപോലെ നടക്കി കഴിഞ്ഞിട്ട് ഇനി ഞാൻ പുതിയ വീഡിയോകൾ എടുക്കും. ഇപ്പം പഴയ 2 വീഡിയോ എടുത്ത് വെച്ചിരുന്നത് ഇപ്പോൾ എഡിറ്റ് ചെയ്തിരുന്നു. ഇന്നൊരു പച്ചമാങ്ങ പുളിങ്കറിയാണ് ഉണ്ടാക്കുന്നത്. വളരെ സിമ്പിളായിട്ട് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറി. ഏകദേശം 1/4 കപ്പ് പച്ചമാങ്ങ തൊലി കളഞ്ഞ് നുറുക്കിയെടുക്കുക. പിന്നെ ഒരു 3 പിടി തേങ്ങ. ഇത് മാങ്ങയുടെ പുളി അനുസരിച്ച് തേങ്ങയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. 1 ടേബിൾ സ്പൂണോളം പിരിയം മുളക് പൊടിച്ചത്, എരിവില്ലാത്തത്. നല്ലപോലെ മാങ്ങ ഇട്ടിട്ടുള്ളതൊന്ന് ആദ്യം ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കുക. മാങ്ങയൊന്ന് നല്ലപോലെ അരയട്ടെ. ഇനി അതിലോട്ട് ഒരു 3-4 കൊച്ചുള്ളി, ആവശ്യത്തിന് ഉപ്പ്, വെള്ളം ഒഴിച്ച്, ചെറിയ ചൂടുവെള്ളമാണ് ഏറ്റവും നല്ലത്. വെള്ളം കൂടെ ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. എളുപ്പം അരയും. ആദ്യം മാങ്ങ കൃഷി ചെയ്തുകൊണ്ട് എളുപ്പം അരയുന്നു. ഇനി അതിനകത്ത് കടുക് വറുത്ത് ഇടണം. പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി വറ്റൽമുളക്, ഒരു 1/2 ടീസ്പൂൺ ഉലുവ, 1 ടീസ്പൂൺ കടുക്, കൊച്ചുള്ളി ചെറുതായിട്ടരിഞ്ഞത്, കറിവേപ്പില. ഇത് നല്ലപോലെ മൂപ്പിക്കണം. ഉള്ളി മൂക്കണം. ഇനി അരച്ച് വെച്ചിരിക്കുന്നതിനകത്ത് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇതിലോട്ട് ഒഴിക്കണം. ഈ സമയത്ത് നമ്മുടെ തീ അങ്ങ് അണയ്ക്കണം. ഒരുപാട് കിടന്ന് തിളയ്ക്കണ്ട, ചെറിയ ചൂട് മതി. ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. നമ്മുടെ പുളിയൊക്കെ നോക്കിയിട്ട് അവർക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് വെള്ളം ചേർത്തൊഴിക്കുക. ഇച്ചിരി നീണ്ടു പോയെന്നാലും കുഴപ്പമൊന്നുമില്ല. നല്ല സ്വാദുള്ളൊരു പുളിങ്കറിയാണ്. ചോറുണ്ണാനിത് മാത്രം മതി. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് അഭിപ്രായം പറയണം.